നമസ്കാരം. 4 വിഭാഗം ആൾക്കാരോടായിട്ട് പറയാനുള്ള 1-2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കൂട്ടർ ഒറിജിനൽ സംഘികൾ. സംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ എന്നല്ല, സംഘപരിവാറിൻ്റെ അജണ്ടകൾ തീവ്രമായിട്ട് തലയ്ക്ക് പിടിച്ച കുറച്ചെണ്ണമുണ്ട്, അവരാണ് സംഘികൾ. രണ്ടാമത്തെ കൂട്ടർ ത്രിസംഘികൾ, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ള സംഘപരിവാർ സ്വഭാവമുള്ള തീവ്രതയുള്ള ചില ആൾക്കാർ. മൂന്നാമത്തെ കൂട്ടർ മുസംഘികൾ എന്ന് പറയും, അതായത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് ഇജാതി കുറേ എണ്ണം. ഇനി ഇത് മൂന്നുമല്ലാതെ നാലാമതൊരു കൂട്ടരുണ്ട്, അവരാണ് യുക്തിവാദികൾ എന്ന് സ്വയം വിളിക്കുന്ന ഭൂലോക വിവരക്കേടുകൾ. അവരെ വിവരക്കേടുകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുക്തിവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യുക്തിയോടെ ബുദ്ധിയോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ലേബലിൽ നടക്കുന്ന കുറച്ചെണ്ണമുണ്ട് ഒറിജിനൽ വടക്ക് നോക്കിയ യന്ത്രങ്ങൾ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഇവരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമല്ലാതെ നോക്കാനോ അതനുസരിച്ചല്ലാതെ ചിന്തിക്കാനോ ഇവർക്ക് കഴിവില്ല. അപ്പോൾ ഈ 4 കൂട്ടരും ഒരേപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇറാൻ്റെ പതനം. ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം നശിച്ചു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? നിങ്ങളുടെ ഭക്തിയും പിന്തുടരുന്ന ആശയങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് വെറും ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്? ഇനി നിങ്ങൾക്കൊന്നും ഉണ്ടാക്കിയില്ല, മറ്റാർക്കെങ്കിലും ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തിന് ഇറാൻ മൂലം എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ഇറാൻ ഏതെങ്കിലും ഒരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറാൻ ഏതെങ്കിലും ഒരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയോ അവിടെ ചെന്ന് കയറി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ തീവ്രവാദി ആക്രമണം നടത്തുകയോ തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മൂട് താങ്ങി അവർ ഇറാനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരം തരാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഒറ്റ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ കരുതിയിരുന്നത്, നിങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ ഉൾപ്പെടെയുള്ള ചില ചാനലുകാർ വരെ കരുതിയിരുന്നത് അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ അങ്ങ് തീർക്കാൻ പറ്റുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു സിംഹമാണ്. സിംഹത്തിന് ഒരു ഗുണമുണ്ട്. സിംഹം ചാവാലിപ്പട്ടികളെ പോലെ ബഹളമുണ്ടാക്കുകയോ ആവശ്യമില്ലാതെ ആരെയെങ്കിലും ആക്രമിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചെയ്യുന്നത് പോലെ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കി ആവശ്യമില്ലാത്ത ആൾക്കാരെ ദ്രോഹിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് ചില ചാവാലിപ്പട്ടികളുടെ സ്വഭാവമാണ്. നേരെ മറിച്ച് ഒരു സിംഹം എന്ന് പറഞ്ഞാൽ അത് ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. അതാരെയും അങ്ങോട്ട് കയറി ആവശ്യമില്ലാതെ ആക്രമിക്കത്തില്ല. പക്ഷേ അതിനെ ആക്രമിച്ചാൽ, അതിൻ്റെ മടയിലേക്ക് കയറി ചെന്നാൽ പിന്നെ ചെല്ലുന്ന ആൾ ഏത് രൂപത്തിൽ പോകണോ പോകണ്ടയോ എന്നൊക്കെ സിംഹം തീരുമാനിക്കും. ഇപ്പോൾ നിങ്ങളത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അങ്ങോട്ട് യുദ്ധത്തിന് പോയില്ല, അമേരിക്കയോടോ ഇസ്രായേലിനോടോ അങ്ങോട്ട് യുദ്ധത്തിന് പോയില്ല. അമേരിക്ക അവിടെ നിന്നും വളരെ വലിയ വിമാനവാഹിനി കപ്പലൊക്കെ കൊണ്ടുവന്ന് മസിൽ പെരുപ്പിച്ച് കാണിച്ച്, ഞങ്ങളുടെ ഇതൊക്കെ ഉണ്ട് സാധനം, കണ്ട ഇവിടെ നിന്നൊരു സാധനം അങ്ങോട്ട് വിട്ടാൽ എന്താകുമെന്നറിയാമോ? ഞങ്ങളുടെ പട്ടാളക്കാർ മൊത്തം ഇവിടെയുണ്ട് കേട്ടാ, തൊട്ടപ്പുറത്ത് ഇസ്രായേലുണ്ട്, ഞങ്ങൾ നിങ്ങളെ തല്ലും. ഇറാൻ ഒരക്ഷരം അതേക്കുറിച്ച് പറഞ്ഞില്ല. അവരിത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും. ആ തിരിച്ചാക്രമണം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. അതൊരു പ്രാദേശിക യുദ്ധമായിട്ട് തന്നെ മാറും. അത് ഈ മേഖലയെ മൊത്തം ബാധിക്കും. ഇറാൻ വളരെ ക്ലിയറായിട്ട് വളരെ ശാന്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ട്രംപിന് ഇറാനെ ആക്രമിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് ചതിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇറാനുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ്റെ നേരെ ആക്രമണം നടത്തിയത് ട്രംപിൻ്റെ അനുമതിയോടുകൂടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ട്രംപിൻ്റെ അധികാരത്തിനും അപ്പുറത്ത് നിന്നുകൊണ്ട് ആരോ കളിച്ച ഒരു കളിയായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും ശരി, അങ്ങനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ച് അവരുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തി. അമേരിക്കയും ഇസ്രായേലും ഒപ്പം നിങ്ങളും
ചിന്തിച്ചത് ആയത്തുള്ള അലി ഖമനിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങ് തീരും. ചില ക്രിസ്സംഖികൾ എന്നോട് പറയുകയുണ്ടായി, ഇറാനിയൻ ജനത ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, അവരുടെ കഷ്ടപ്പാടും ദുഃഖവും വല്ലതും നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കുത്തിയിരുന്നുകൊണ്ട് എന്തോ ഈ പറയുന്നത്? എനിക്ക് ഇറാനികളെ നേരിട്ടറിയാം, ഇഷ്ടംപോലെ ഇറാനികളെ എനിക്ക് നേരിട്ടറിയാം. അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാം. അവിടുത്തെ ഭരണകൂടത്തോടുള്ള താല്പര്യമോ വിരോധമോ എന്ത് തന്നെയായാലും ശരി, എനിക്കതൊക്കെ നേരിട്ടറിയാം. അങ്ങനെ നേരിട്ടറിയുന്ന എന്നോടാണ് ഇവിടെയുള്ള ചില മാധ്യമങ്ങളൊക്കെ വായിച്ചിട്ട് ചെല്ലു പറയുന്നത്, നിങ്ങൾക്ക് എന്തോ അറിയാം, ഇറാനികളോടെ കിടന്ന് കഷ്ടപ്പെടുവാണ്, അവരുടെ ഈ ഭരണാധികാരികൾ മൂലം അവർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇറാനികൾക്ക് അവരുടെ ഭരണകർത്താക്കളെക്കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ. ചില വിവരക്കേടുകൾ, ലോകത്തെല്ലാ രാജ്യങ്ങളിലും ചില വിവരക്കേടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില വൃത്തികേടുകൾ കാണിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന, സംസ്കാരമില്ലായ്മയിൽ അഭിനമിക്കാൻ ഇഷ്ടപ്പെടുന്ന ചുരുക്കം ചില ആൾക്കാർ ഇറാനിലുമുണ്ട്. അത് ചുരുക്കമാണ്. അതുകൂടാതെ ഈ വിദേശികൾ സ്പോൺസർ ചെയ്ത് അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില ആൾക്കാരിവിടെയുണ്ട്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളതാണ്. ഒരു രാജ്യത്തിനകത്ത് തന്നെ ആ രാജ്യത്തിൻ്റെ ശത്രുക്കളുണ്ടാവും. അത് ഇന്ത്യയിലും ഉണ്ട്, ഇറാനിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ ഇറാനിലും. പക്ഷേ ഇറാനിലെ ഭൂരിപക്ഷം ജനതയും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒപ്പം അടിയുറച്ചു നിൽക്കുന്നവരാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നലെ നടന്ന 2 ദിവസം നടന്ന കട്സ് ഡേ റാലി. ഇറാൻ പ്രസിഡൻറ്റും അവിടുത്തെ സകല ഭരണാധികാരികളും ജനങ്ങളുടെ ഒപ്പം തെരുവിലിറങ്ങി അവരവരുടെ ഐക്യം പ്രദർശിപ്പിച്ചു. അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും നിരത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവിടുത്തെ ഭരണാധികാരികളിൽ നിന്നും ജനങ്ങളെ അകറ്റാമെന്ന് കരുതി ഈ പറയുന്ന ചാവാലി അമേരിക്കയും ഇസ്രായേലും കുറേ കളി കളിച്ചിട്ട് അതെല്ലാം പരാജയപ്പെട്ട് അവസാനം അവരെ അടിച്ചു തോൽപ്പിക്കാമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ലോകം മുഴുവനും തിരിച്ചറിഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കരുത്തല്ല, മറിച്ച് ഇറാൻ്റെ കരുത്താണ്. ഇറാൻ്റെ തിരിച്ചടി എത്ര രാജ്യങ്ങളിലാണെന്ന് നിങ്ങൾക്ക് പോലും ഒരുപക്ഷെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അമേരിക്കയുടെ ബേസുകൾ എവിടെയെല്ലാം ഉണ്ടോ ആ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഇറാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞു. ലോകത്തേത് രാജ്യത്തിനുണ്ട് ഈ ധൈര്യം? മറ്റുള്ള സകല രാജ്യങ്ങളും, തുർക്കി ഉൾപ്പെടെ, അസർബൈജാൻ ഉൾപ്പെടെ, ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, നിരവധി രാജ്യങ്ങളിലേക്ക്, ശക്തമായ സൈനിക ശേഷിയുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് അവിടെയൊക്കെയുള്ള അമേരിക്കൻ ബേസുകളെ ലക്ഷ്യമാക്കി അടിക്കാൻ ഇറാന് ധൈര്യമുണ്ടെങ്കിൽ ഇറാനെപ്പോലെ തൻ്റെ ഇടമുള്ള ഒരു രാജ്യം ഈ ലോകത്തുണ്ടോ? ഇപ്പോൾ അവർ ഹോർമോസ് അടച്ചപ്പോൾ നമ്മൾ ഇറാൻ്റെ വിലയറിഞ്ഞു. ഇത്ര വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഏതാണ്ട് നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കീലാണ്, പലതും അടച്ചു പൂട്ടി. അടുത്ത മാസം എങ്ങനെ ആഹാരം പാചകം ചെയ്യും എന്ന് ചിന്തിക്കുന്ന കോടിക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇറാൻ്റെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇറാന് നമ്മുടെ രാജ്യത്തോട് വളരെ വലിയ താല്പര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ അവിടെ നിന്നും കപ്പലുകൾ കടത്തിവിടുന്നുണ്ട്. അത് അവരുടെ മര്യാദ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടപ്പോൾ സഹായിക്കാൻ നിങ്ങളുടെ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കെൽപ്പില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അവരെ കൊണ്ടത് പറ്റില്ല. ട്രംപ് പറഞ്ഞു അമേരിക്കൻ നേവി ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് എസ്കോർട്ട് കൊടുക്കുമെന്ന്. പെട്ടെന്ന് തന്നെ അമേരിക്കൻ നേവിയുടെ സ്ഥിരീകരണം വന്ന് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ട്രംപിന് ആഗ്രഹമുണ്ട് കൊടുക്കണമെന്ന്. പക്ഷേ നേവി പറഞ്ഞു ആ ഭാഗത്തോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല, വലിയ അപകടമാണ്. ഇറാൻ പറഞ്ഞു നിങ്ങളുടെ നേവിയെ വിട്ടോ, ഞങ്ങളുടെ ഇരിപ്പുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ വലിയ വാഹിനി കപ്പലൊക്കെ ഉണ്ടല്ലോ, എന്താണ് അബ്രഹാം ലിങ്കണും ജെറാൾഡും ഒക്കെ വിട്ടിട്ട് സുരക്ഷ കൊടുക്കുക. ആ ഭാഗത്തോട്ടെടുക്കാൻ നിങ്ങളുടെ ഈ 2 ചാബാലി രാജ്യങ്ങൾക്ക് ധൈര്യമില്ല, പേടിയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെട്ടപ്പോൾ ഇറാൻ്റെ കൈകളിൽ നിന്നും ഈ ലോകത്തെ രക്ഷിച്ചെടുക്കാനുള്ള ത്രാണിയില്ലാത്ത 2 രാജ്യങ്ങളുടെ പിന്നാലെയാണ്, അല്ലെങ്കിൽ അവരെ പൊക്കിക്കൊണ്ടാണ് നിങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ആരാണ് കുടുങ്ങിക്കിടക്കുന്നത്? ഇപ്പോൾ ആരാണ് പരാജയത്തിൻ്റെ പക്കലെത്തി നിൽക്കുന്നത്? ഇറാനാണോ അതോ അമേരിക്കയും ഇസ്രായേലുമാണോ? ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള അമേരിക്കയും അതേപോലെ തന്നെ അവരുടെ മിഡിൽ ഈസ്റ്റിലെ വേട്ടപ്പെട്ടിയായിട്ട് നിൽക്കുന്ന വെറും വൃത്തികെട്ട അലബലാതി രാജ്യമായിട്ടുള്ള ഇസ്രായേലും ആഞ്ഞു പിടിച്ചിട്ടും ഇറാനെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഇറാൻ്റെ കുറച്ച് കെട്ടിടങ്ങൾ ഇടിച്ചു പൊട്ടിച്ചതുകൊണ്ടോ 1-2 നേതാക്കൾ മരിച്ചതുകൊണ്ടോ ഒന്നും അവർക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. അതൊന്നും അവരൊരു നഷ്ടമായിട്ട് കാണുന്ന രാജ്യമേ അല്ല. എത്ര പേര് മരിച്ചു എന്നതൊന്നും അവരൊരു കൗണ്ട് ചെയ്യുന്ന കാര്യമല്ല. ജനിച്ചാൽ മരിക്കും. പക്ഷേ ഞങ്ങളെ കീഴടക്കാൻ വന്നു കഴിഞ്ഞാൽ കീഴടക്കാൻ വന്നവരെ ഞങ്ങൾ കീഴടക്കും എന്നുള്ള അവരുടെ തീരുമാനവും അത് നടപ്പിലാക്കാനുള്ള അവരുടെ തൻ്റെ ഇടവുമാണ് അവരെ സംബന്ധിച്ച് പ്രധാനം. ആ പാതയിലുണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും അവർക്കൊരു നഷ്ടമേ അല്ല. അമേരിക്ക പോലും
ഇറാൻ്റെ മുമ്പിൽ തോറ്റ് തുന്നം പാടുന്നത് അമേരിക്ക ഇതുവരെ വിശ്വസിച്ചിരുന്ന നിരവധി രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം അന്തം വിട്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും കാലം കരുതിയത് ഞങ്ങളുടെ രാജ്യങ്ങളെ അമേരിക്ക പരിരക്ഷിക്കും, അവരുടെ നേവിയും ആർമിയും ഒക്കെ അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഈ കിടക്കുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് ഒരു രോമത്തിൻ്റെ പോലും വിലയില്ലാത്തതാണെന്ന് ഇറാൻ തെളിയിച്ചപ്പോൾ, ഇറാൻ്റെ കൈകളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിവില്ല എന്ന് മനസ്സിലായപ്പോൾ, ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ ഒപ്പം നിൽക്കേണ്ടത് അമേരിക്കയുടെ കൂടെയാണോ അതോ ഇറാൻ്റെ കൂടെയാണോ. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ വേട്ടപ്പെട്ടിയായിട്ട് നിൽക്കുന്ന ചാവാലി ഇസ്രായേൽ നാളെ തങ്ങളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തങ്ങളെ ആര് രക്ഷപ്പെടുത്തും എന്ന ഒരു ചിന്ത ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ അറബ് രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അറബ് രാജ്യങ്ങളെ തകർക്കാൻ ഇറാൻ ഒരിക്കലും ശ്രമിക്കില്ല, ഇറാൻ ആരെയും തകർക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇറാൻ ഒന്ന് മസിൽ പിടിച്ചാൽ, ഒന്ന് മസിൽ ഉരുട്ടിക്കാണിച്ചാൽ ലോകം നിശ്ചലമാകും എന്നുള്ളത് അറബ് രാജ്യങ്ങൾക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ആത്യന്തികമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന വിജയപരാജയങ്ങൾക്കപ്പുറം വളരെ വലിയ ഒരു മാറ്റം മിഡിൽ ഈസ്റ്റിലും ഈ ലോകത്തിലും കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇറാനോട് കളിക്കാൻ പോകരുത്. ഇറാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വിലയിരുത്തലിൽ വരുന്ന ഒരു രാജ്യമല്ല. അവർ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പറയാറുമില്ല. താങ്ക് യു.